നമസ്കാരം. ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സ് 8ാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടു വേരിയബിൾ റിഗ്രഷൻ മോഡലിന്റെ ലാസ്റ്റ് സെഗ്മെന്റിലേക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞാണ് നമ്മൾ ഈ ഗുഡ്നെസ് ഓഫ് ഫിറ്റിന്റെ ഡിസ്കസ് ചെയ്ത ആ ഒരു പോയിന്റാണ് സ്റ്റോപ്പ് ചെയ്തത്. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ശരി, ഫിറ്റഡ് റിഗ്രഷൻ ലൈനും ആക്ച്വൽ ഡാറ്റയും നമ്മൾ എന്തുമാത്രം കണക്റ്റഡ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഒരു റിഗ്രഷൻ ലൈൻ ഫിറ്റ് ചെയ്താൽ ടു വേരിയബിൾ റിഗ്രഷൻ ലൈൻ ഫിറ്റ് ചെയ്താൽ അത് നമ്മളുടെ ഡാറ്റയിലേക്ക് എന്തുമാത്രം നന്നായിട്ട് ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനാണ് ഈ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കിട്ടും. ഇതിൻ്റെ മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ 1 ആണ്. നമുക്കിതിനെ ഒന്നൊരു മാത്തമാറ്റിക്കൽ രീതിയിൽ yi ഈക്വൽ ടു y ഹാറ്റ് പ്ലസ് yi ഹാറ്റ് പ്ലസ് ua ഹാറ്റ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു രണ്ടാമത്തെ ചാപ്റ്ററിൽ കണ്ട ഒരു ഡെറിവേഷനാണ്. ഡീവിയേഷൻ ഫോമിൽ എഴുതിയാൽ yi സ്മോൾ yi ഈക്വൽ ടു സ്മോൾ yi ഹാറ്റ് മൈനസ് ua ഹാറ്റ് എന്ന് എഴുതാം. ഇതിനെ നമ്മൾ എന്താണ് പറയുക, സ്ക്വയർ ചെയ്തു ആൻഡ് ദെൻ സം ചെയ്തു. ഇപ്പോഴെന്താണ് പറയുക, yi സ്ക്വയർ സിഗ്മ yi സ്ക്വയർ ഈക്വൽ ടു sigma yi hat the whole square times plus sigma ua hat the whole square plus 2 times sigma yi ua hat. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ എങ്ങനെയാണ്, ഈ ടേം 0 ആയി പോകും. വൈ? ബിക്കോസ് ദിസ് ഈസ് 0. ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. yi hat the whole square എന്ന് പറഞ്ഞാൽ yi hat എന്ന് പറഞ്ഞാൽ ബീറ്റ ടു xi hat ഡീവിയേഷൻ ഫോം, അത് നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ സിഗ്മ yi സ്ക്വയർ ഈസ് ഈക്വൽ ടു ബീറ്റ ടു ഹാറ്റ് ദ ഹോൾ സ്ക്വയർ സിഗ്മ xi സ്ക്വയർ പ്ലസ് സിഗ്മ ua ഹാറ്റ് ദ ഹോൾ സ്ക്വയർ. റൈറ്റ്. ഈ സിഗ്മ yi സ്ക്വയർ എന്ന് പറയുന്നത് yi മൈനസ് y ബാർ ദ ഹോൾ സ്ക്വയർ. ഇതിനെ എന്താണ് പറയുക, ഇത് നമ്മൾ നേരത്തെ കണ്ടു. ഇതിനെ നമുക്ക് ടോട്ടൽ വേരിയേഷൻ ഓഫ് ദ ആക്ച്വൽ y വാല്യൂസ് എബൌട്ട് ദർ സാമ്പിൾ മീൻസ്. ഇത് YIയുടെ വാല്യൂ, ഇൻഡിവിജ്വൽ വാല്യൂ, ഇതതിൻ്റെ സാമ്പിൾ മീൻ. ഇതിനെ നമ്മൾ TSS അഥവാ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് വിളിക്കും. പിന്നെ സിഗ്മ YI ഹാഡ് ദ ഹോൾ സ്ക്വയർ, ഇതെന്ന് വെച്ചാൽ സിഗ്മ YI ഹാഡ് മൈനസ് YI ഹാഡ് ബാർ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ് പറയുക, YI ഹാഡ് ഓൾ ബാർ ഈക്വൽ ടു yi ബാർ. കാരണം ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്യേണ്ട ഈ പ്രോപ്പർട്ടി. അപ്പൊ നമ്മൾ ഇവിടെ yi ഹാറ്റ് ബാർ ദ ഹോൾ സ്ക്വയറിനെ yi ബാർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെ ബീറ്റ ടു ഹാറ്റ് ദ ഹോൾ സ്ക്വയർ ടൈംസ് xi സ്ക്വയർ എന്ന് വയ്ക്കും. ഇതെന്താണ്, സിഗ്മ yi സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ yi ഹാറ്റ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ബീറ്റ ടു ഹാറ്റ് ദ ഹോൾ സ്ക്വയർ ടൈംസ് സിഗ്മ xi സ്ക്വയർ. This is the sum of squares explained by regression. എന്ന് വെച്ചാൽ ഈ റിഗ്രഷൻ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന വേരിയേഷൻ ആണിത്. സോ അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻഡ് സം ഓഫ് സ്ക്വയർ എന്ന് വിളിക്കും. സിഗ്മ ua ഹാറ്റ് ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ റെസിജ്വൽ വേരിയേഷൻ അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് വേരിയേഷൻ ഓഫ് ദ y ആണ്. ഇതിനെ നമ്മൾ റെസിജ്വൽ സം ഓഫ് സ്ക്വയർ എന്ന് വിളിക്കും. TSS is equal to ESS plus RSS എന്നൊരു ഇതിലേക്ക് നമുക്കിനെ ചുരുക്കി എഴുതാം. TSS is equal to total sum of square, that is the total variation on y value. Total variation എന്ന് പറയുന്നത് total variation of y value about their mean എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് റിഗ്രഷൻ ലൈൻ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്, രണ്ട് റാൻഡം ഫോഴ്സസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. So total variation in y can be decomposed into a part that can be explained by x and a part that can be explained by the random forces. വെച്ചാൽ എക്സ് അല്ലാതെ റിഗ്രഷനിൽ വന്നേക്കാവുന്ന ബാക്കി ഒമിറ്റഡ് വേരിയബിൾ കൊണ്ടോ മറ്റ് എന്താണ് പറയുന്ന കാര്യങ്ങൾ കൊണ്ടോ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളുണ്ടോ. സോ TSS is equal to ESS plus RSS. സോ നമുക്ക് ഈ റിഗ്രഷൻ ലൈനിൽ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ y ബാർ, ഇത് xi y ബാർ, ഇത് yi ഹാറ്റ്, ഇത് ആക്ച്വൽ yi. സോ yi മൈനസ് y ബാർ, ഇതാണ് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്.
ഇത് ya minus ya hat the whole square. This is the ua due to residual. ഇതാണ് y bar minus ya hat. ഇതാണ് due to regression. സോ ഈ ഒരു ടോട്ടൽ സം ഓഫ് സ്ക്വയറിനെ നമുക്ക് ഇത് രണ്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഗ്രാഫിക്കലി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ESS TSS ഈസ് ഈക്വൽ ടു ESS പ്ലസ് RSS. നമുക്ക് കംപ്ലീറ്റ് ഇതിനെ TSS കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 ഈക്വൽ ടു ESS ബൈ RSS പ്ലസ് RSS ബൈ TSS. സോ ESS എന്ന് വെച്ചാൽ എന്താണ്? ya hat മൈനസ് y bar the whole square equal to ya hat the y bar by whole square, divided by sigma ya minus y bar the whole square plus sigma ua square divided by ya minus y bar the whole square. So ഇതില് r square എന്ന് പറയുന്നത് ESS by TSS, ഇത് തമ്മിലുള്ള ഈ റേഷ്യോ ആണ് r square. അപ്പോൾ ഈ r square എന്നതിന് ഇതിനെ നമ്മൾ r square എന്ന് ഇവിടെ എഴുതിയാൽ എന്ത് പറ്റും? r square is equal to 1 minus RSS by TSS or 1 minus sigma ua square divided by sigma ya minus y bar the whole square. So r square എന്ന് പറയുന്നത് 1 minus RSS by TSS അഥവാ ESS by TSS. R square is equal to either ESS by TSS or 1 minus RSS by TSS. So ഇതാണ് നമ്മളുടെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ഒരിക്കൽ കൂടി പറയാം, ഒരു റിഗ്രഷനിലെ ടോട്ടൽ വേരിയേഷൻ ഒരു എക്സ്പ്ലെയിൻ പാർട്ട് ഉണ്ട്, ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ സം ഓഫ് സ്ക്വയർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ ദ x value, and there is an RSS that is can be explained by the random forces. So the estimated sum of square and total sum of square തമ്മിലുള്ള റേഷ്യോ ആണ് r square അഥവാ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, അല്ലെങ്കിൽ 1 മൈനസ് റെസിഡ്യുവൽ സം ഓഫ് സ്ക്വയർ ഡിവൈഡ് ബൈ ടോട്ടൽ സം ഓഫ് സ്ക്വയർസ്. ഇങ്ങനെയാണ് നമ്മൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ആർ സ്ക്വയറിനെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് വിളിക്കും. ഇതിന്റെ എന്ന് വെച്ചാൽ the proportion or percentage of the total variation y that can be explained by the regression model. y-ലെ ഫ്ലക്ച്വേഷൻ എന്തുമാത്രമാണ് നമുക്ക് x കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആർ സ്ക്വയർ മെഷർ ചെയ്യുക. ആർ സ്ക്വയറിന്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒന്ന് നോൺ നെഗറ്റീവ് ആണ്, ലിമിറ്റ്സ് ബിറ്റ്വീൻ 0 and 1 ആണ്. ആർ സ്ക്വയർ ഓഫ് 1 എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? y hat equal to yi for all i. R square equal to 0 എന്ന് പറഞ്ഞാൽ there is no relationship between the x and y variables എന്ന് വെച്ചാൽ beta 2 hat equal to 0. In that case what that means? ya hat is equal to beta 1 hat equal to y bar എന്ന് വെച്ചാൽ best prediction of any y value is simply mean value. In that case the regression line will be horizontal to the x axis. ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ y bar, ഇതാണ് ya hat. ഇങ്ങനെ ഇരിക്കും. r square equal to 0 എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയറിന്റെ രണ്ട് പ്രോപ്പർട്ടിയാണ്. ഒന്ന് ഇത് നോൺ നെഗറ്റീവ് ആണ്, രണ്ട് ഇതിന്റെ ലിമിറ്റ്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1. ഇത് രണ്ടും ഓർത്തിരിക്കുക. ഓൾറൈറ്റ്, ആർ സ്ക്വയറിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊരു വഴിയും കൂടെ കൂടിയുണ്ട്. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ESS ബൈ TSS. ഡീവിയേഷൻ കൊണ്ട് ESS എന്താണ്? സിഗ്മ ya hat the whole square divided by sigma ya square. ഇവിടെ റീപ്ലേസ് ചെയ്യുക beta 2 hat the whole square times sigma xi square sigma ya square, അല്ലെങ്കിൽ beta 2 hat നമ്മൾ വെളിയിലേക്ക് എടുത്താൽ beta 2 hat the whole square times sigma xi square divided by sigma ya square. ഇത് വേറൊരു RSS കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വേറൊരു ഇതാണ്, ജസ്റ്റ് നമുക്ക് ഓർമ്മയായിട്ട് ചെയ്യാം. ഇനി ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെ നമ്മൾ സാമ്പിൾ സൈസ് n അല്ലെങ്കിൽ n-1 എന്താണ്? സ്മോൾ സാമ്പിൾ ആണ് എങ്കിൽ സ്മോൾ സാമ്പിൾ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വയ്ക്കും? n ഡിവൈഡ് ചെയ്താൽ എന്താണ് പറയുക? ഇത് സാമ്പിൾ വേരിയൻസസ് ഓഫ് x ആയിരിക്കും, ഇത് സാമ്പിൾ വേരിയൻസസ് ഓഫ് y ആയിരിക്കും.
ബീറ്റ ടുവിനെ നമ്മൾ അങ്ങനെ വേണമെങ്കിൽ ആർ സ്ക്വയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ആർ സ്ക്വയറിലേക്ക് നമ്മൾ ബീറ്റ ടുവിന്റെ വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്തു എന്ന് നോക്കാം. ബീറ്റ ടു ഹാറ്റ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ. ബീറ്റ ടു ഹാറ്റ് നമ്മൾ ഇതിലേക്ക് പ്ലഗ് ഇൻ ചെയ്താൽ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എക്സ് ഐ വൈ ഐ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് ഐ സ്ക്വയർ ടൈം സിഗ്മ വൈ ഐ സ്ക്വയർ. ഇതും ആർ സ്ക്വയറിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് കാൽക്കുലേഷൻ ആണ്. അല്ലെങ്കിൽ ഇ എസ് എസ് ഈക്വൽ ടു ആർ സ്ക്വയർ ടൈംസ് ടി എസ് എസ്. എന്താണ്? ഇ എസ് എസ് ബൈ ടി എസ് എസ് ആണല്ലോ ആർ സ്ക്വയർ. ടി എസ് എസ് എന്ന് പറയുമ്പോൾ സിഗ്മ വൈ ഐ സ്ക്വയർ. അപ്പോൾ ആർ സ്ക്വയർ ടൈം സിഗ്മ വൈ ഐ സ്ക്വയർ ഇതൊരു രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എഴുതാം. ആർ എസ് എസ് ഇസിക്കൽ ടു ടി എസ് എസ് മൈനസ് ഇ എസ് എസ്. ടി എസ് എസ് നമ്മൾ വെളിയിലെടുത്തു. അപ്പൊ ഇതിനെ ഒരു രീതിയിൽ എന്താണ്? വൈ ആർ എസ് എസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് 1 മൈനസ് ആർ സ്ക്വയർ. ഇതെല്ലാം ആൾജിബ്രായിക് മാനിപ്പുലേഷൻ ആണ്. നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് പറയിടാവേണ്ട കാര്യമില്ല. ജസ്റ്റ് ആർ സ്ക്വയറിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഇറ്റ്സ് എ ഗുഡ്നെസ് ഓഫ് ഇറ്റ് എന്ന് വെച്ചാൽ വൈയിലുള്ള വേരിയേഷൻ നമുക്ക് എന്തുമാത്രം നമ്മുടെ മോഡൽ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് ആർ സ്ക്വയർ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ 1 ആണ്. 0 എന്ന് വെച്ചാൽ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. 1 എന്ന് വെച്ചാൽ വൈയിലെ ഫുൾ വേരിയേഷൻ നമുക്ക് എക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് ആർ സ്ക്വയറിന്റെ ഒരു ഓവർവ്യൂ. ഇത് 2 വേരിയബിൾ കേസാണ്. മൾട്ടിപ്പിൾ വേരിയബിൾ റിഗ്രഷൻ പറയുമ്പോൾ ക്യാപിറ്റൽ ആർ സ്ക്വയർ അതെന്താണെന്ന് നമുക്ക് അപ്പോൾ കാണാം. പിന്നെ അടുത്ത അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേറൊരു ഇതുകൂടെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് മൾട്ടിപ്പിൾ റിഗ്രഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണാം. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടി എസ് എസ് ഈക്വൽ ടു ഇ എസ് എസ് പ്ലസ് ആർ എസ് എസ്. നമ്മൾ നേരത്തെ എഴുതി ലഭിക്കുന്നത് സിഗ്മ വൈ സ്ക്വയർ. ഇ എസ് എസ് എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ ടൈം സിഗ്മ വൈ സ്ക്വയർ പ്ലസ് 1 മൈനസ് ആർ സ്ക്വയർ ടൈം സിഗ്മ വൈ സ്ക്വയർ. ഈ എക്സ്പ്ലനേഷൻ നമുക്ക് ലേറ്റർ ഉപയോഗം വരും. ഈ ആർ സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ റിലേറ്റഡ് ആയ ഒരു സാധനമാണ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അത് നമ്മുടെ കോറിലേഷൻ കോഫിഷ്യന്റ്. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? കോറിലേഷൻ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് ആർ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ടാണ്. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്ന് വയ്ക്കാം. ഈ ആർ സ്ക്വയറിന്റെ നമ്മൾ നേരത്തെ കണ്ട ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ, ഇത് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ എന്ത് കിട്ടും? സിഗ്മ എക്സ് ഐ വൈ ഐ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് ഐ സ്ക്വയർ ടൈം സിഗ്മ വൈ ഐ സ്ക്വയർ. സിഗ്മ എക്സ് ഐ വൈ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ഡീവിയേഷൻ ഫോമിൽ നിന്ന് മറ്റേ മെയിൻ ഫോമിലേക്ക് എഴുതിയെന്ന് വയ്ക്കുക. ഇവിടെ ഇതിനെ എന്താണ്? എൻ ടൈം സിഗ്മ എക്സ് ഐ വൈ ഐ മൈനസ് സിഗ്മ എക്സ് ഐ ടൈം സിഗ്മ വൈ ഐ ഈക്വൽ ടു എൻ ടൈം സിഗ്മ എക്സ് ഐ സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഐ സ്ക്വയർ ടൈംസ് എൻ ടൈം സിഗ്മ വൈ ഐ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഐ സ്ക്വയർ ദ ഹോൾ റൂട്ട്. ഇത് സാമ്പിൾ കോറിലേഷൻ കോഫിഷ്യന്റ്. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രൂഫാണ്. വെച്ചാൽ ഈ ആർ സ്ക്വയറിന്റെ എന്താണ് കോഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷന്റെ സ്ക്വയർ റൂട്ടാണ് നമ്മളുടെ ഈ ഗുഡ്നെസ് ഓഫ് ഇറ്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഇത് ഈ ഒരു പ്രോപ്പർട്ടീസ് വേറെ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു പക്ഷെ നമുക്ക് ഈ ഒരു ലെക്ചറിൽ ഡയറക്റ്റ് ഉപയോഗമില്ല, പക്ഷെ കുറച്ച് വേറെ പല മോഡലുകളിൽ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ആർ സ്ക്വയറും കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓർമ്മിച്ച് വെക്കുക. ഇത് ഉപയോഗം വരും, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും. ഓക്കെ, ആർ സ്ക്വയറിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ആർ ദിസ് കോറിലേഷൻ കോഫിഷ്യന്റ്. ആർ എന്താണ്? പോസിറ്റീവ്, ക്യാൻ ബി നെഗറ്റീവ്. ഇത് -1 and +1 ഇടയ്ക്ക് നിൽക്കും. കോറിലേഷൻ കോഫിഷ്യന്റ് സിമെട്രിക് ആണ്. ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഒറിജിൻ ആൻഡ് സ്കെയിൽ. എന്ന് വെച്ചാൽ നമുക്ക് എക്സും വൈയും രണ്ട് സീരീസ് ഉണ്ട് എന്ന് വെക്കുക. വെച്ചാൽ എക്സിനെ നമ്മളൊരു സ്കെയിലപ്പ് ചെയ്തു, എല്ലാത്തിനും ത്രൂ ഔട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. വൈനെ നമ്മൾ അതുപോലെ തന്നെ
വൈ സീരീസിന് എല്ലാ വാല്യൂസിനും നമ്മൾ എല്ലാം കൊണ്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വയ്ക്കുക. ഈ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് സ്റ്റാർ ആൻഡ് വൈ സ്റ്റാർ, ഇതാണ് നമ്മുടെ ഈ ട്രാൻസ്ഫോം വേരിയബിളും will be the same as the correlation between x and y. When x and y are statistically independent, the correlation coefficient them is 0. പക്ഷേ if correlation coefficient is equal to 0 does not mean that these two variables are independent. എന്തുകൊണ്ടാണ്? ഇതൊരു ലീനിയർ അസോസിയേഷൻ ആണ്, നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ഒരു പക്ഷേ അവിടെ കണ്ടേക്കാം. മനസ്സിലായോ? എക്സ് ആൻഡ് വൈ ആർ സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡന്റ്, അവിടെയുള്ള ആർ കോറിലേഷൻ കോഫിഷ്യന്റ് വിൽ ബി 0. കാരണം ഇത് നമുക്ക് ഓൾറെഡി അറിയാമെങ്കിൽ, പക്ഷെ കോറിലേഷൻ കോഫിഷ്യന്റ് 0 ആണ് എന്ന് വെച്ച് ആ രണ്ട് വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആണോ എന്നില്ല. കാരണം കോറിലേഷൻ കോഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ലീനിയർ അസോസിയേഷനെ പറ്റിയിട്ടാണ്. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ നോൺ ലീനിയർ ഡിപെൻഡൻസി മോഡൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ കോറിലേഷൻ ഉണ്ട് എന്ന് വെച്ചിട്ട് ഈ രണ്ട് വേരിയബിൾസ് നമ്മൾ ലീനിയർ ഒരു കോസൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ട് കാണാൻ സാധ്യതയുണ്ട്. കോറിലേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ. കോറിലേഷൻ എന്ന് വെച്ചാൽ അവിടെ ലീനിയർ അസോസിയേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എന്ന് വെച്ചാൽ എക്സ് കോസസ് വൈ എന്നോ വൈ കോസസ് എക്സ് എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. സോ കോറിലേഷനും കോസേഷനും രണ്ടും രണ്ടാണ്. ഓക്കെ, ഇതാണ് കോറിലേഷൻ പാറ്റേൺസ്. ആർ ഈസ് ഈക്വൽ ടു +1, പെർഫെക്റ്റ് ലീനിയർ കോറിലേഷൻ ആർ ഈക്വൽ ടു -1, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, ഇത് പോസിറ്റീവ് ഹൈലി പോസിറ്റീവ് കോറിലേഷൻ, ഇത് ഹൈ നെഗറ്റീവ് കോറിലേഷൻ, ഇത് പോസിറ്റീവ് ബട്ട് ക്ലോസ് ടു 0. നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. നെഗറ്റീവ് ബട്ട് ക്ലോസ് ടു 0, കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഫിറ്റ് ചെയ്യാൻ പറ്റും. ആർ ഈക്വൽ ടു 0, കാരണം ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. ഇതാണ് നമ്മൾ പറഞ്ഞ നോൺ ലീനിയർ കോറിലേഷൻ. ഇത് y ഈക്വൽ ടു x². ഇതൊരു നോൺ ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ ഇവിടെ നമുക്കൊരു ലീനിയർ കോറിലേഷൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് r ഈക്വൽ ടു 0 ഡസ് നോട്ട് മീൻ ദാറ്റ് there is no connection between the series. കാരണം r എന്ന് പറയുന്നത് ലീനിയർ കോറിലേഷൻ മാത്രം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, റിഗ്രഷനിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് r² ആണ് കൂടുതൽ മീനിങ്. എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡിപെൻഡന്റ് വേരിയബിൾ എന്തുമാത്രം ഈ എക്സ്പ്ലനേറ്ററി വേരിയബിൾ കൊണ്ട് എക്സ്പ്ലെയിനബിൾ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എന്താണ് പറയുക, ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ എന്തുമാത്രം അഫക്റ്റ് ചെയ്യുന്നു ഇൻ ടേംസ് ഓഫ് വേരിയേഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. കോറിലേഷൻ കോഫിഷ്യന്റ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വാല്യൂ ഇല്ല. എന്ന് വെച്ചാൽ ഒരു മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ ആറിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ്. അപ്പൊ നമ്മൾ r² കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വേറൊരു വഴിയുണ്ട്. How we can do that? Squared coefficient of correlation between actual y and the estimated y. കാരണം എന്താണ് പറയുന്നത്, ഈ കോറിലേഷൻ കോഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് r² നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പൊ ഇതിന്റെ നേരെ തിരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കോറിലേഷൻ കോഫിഷ്യന്റ് സ്ക്വയർ എടുത്താൽ നമുക്ക് r² എന്ന് വെച്ചാൽ വൈയും വൈ ഹാറ്റും തമ്മിൽ കോറിലേഷന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് r² കിട്ടും. മറ്റേ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ഇക്വേഷൻ നമ്മൾ തിരിച്ചെഴുതും. ഓക്കെ, അത്രേ ഉള്ളൂ. ഹൈപ്പോത്തറ്റിക്കൽ ഡാറ്റയാണ് വൈയും എക്സും തമ്മിലുള്ളത്. നമ്മൾ ഈ വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു. β1, β2, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് എറർ, covariance, sigma square hat, r², r, degrees of freedom 8. ഇതാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ ലൈൻ. ഇവിടെ β2 hat equal to 0.5091 എന്ന് വെച്ചാൽ if x increases by $1, estimated increase in എന്താണ് പറയുക വീക്ക്ലി കൺസംഷൻ is about 51 cents. എന്ന് വെച്ചാൽ ₹1 ഇവിടെ കൂടിക്കഴിഞ്ഞാൽ 0.51
50 എന്താണ് പറയുക 50 പൈസ നമ്മുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ കൂടും. ബീറ്റ 1 ഹാറ്റ് എന്ന് പറയുന്നത് 24.45. ഇതെന്താണ്? ഇന്റർസെപ്റ്റ് കോഫിഷ്യന്റ് എന്ന് വെച്ചാൽ ആവറേജ് ലെവൽ ഓഫ് വീക്ക്ലി കൺസംഷൻ ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് എനി ഇൻകം. അതാണ് ബീറ്റ 1 ഹാറ്റ്. വെച്ചാൽ ഒരു ഇൻകം ഇല്ലാതിരിക്കുമ്പോഴുള്ള നിങ്ങളുടെ വീക്ക്ലി കൺസംഷൻ ആണ് ഇത്. ബിക്കോസ് യു ഹാവ് ടു കൺസ്യൂം സംതിങ്. എന്തെങ്കിലും വേറെ മിനിമം നമുക്ക് കൺസ്യൂം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഇന്റർസെപ്റ്റ് കോഫിഷ്യന്റ് വെച്ച് പറയുന്നത്. സ്ലോപ്പ് കോഫിഷ്യന്റ് എന്ന് വെച്ചാൽ എക്സ് ഒന്ന് 1% കൂടുമ്പോൾ വൈയിൽ എന്തുമാത്രം ചേഞ്ച് ഉണ്ടാവും. ഇവിടെ എന്ന് വെച്ചാൽ എക്സ് നിങ്ങളുടെ ഇൻകം 1 രൂപ കൂടിയാൽ നിങ്ങളുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ 50 പൈസ കൂടും. ഇതാണ് നിങ്ങളുടെ MPC. ആർ സ്ക്വയർ എന്ന് വെച്ചാൽ 0.9621 എന്ന് വെച്ചാൽ 96% ഓഫ് ദ വേരിയേഷൻ ഇൻ കൺസംഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ഇൻകം വിത്തിൻ ദിസ് പർട്ടിക്കുലർ സാമ്പിൾ. എന്നുവെച്ചാൽ 96% വൈയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷന്റെ വേരിയേഷന് 96%-ഓളം എക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആർ എന്ന് പറയുന്നത് 0.99 എന്നുവെച്ചാൽ കോറിലേഷൻ ബിറ്റ്വീൻ എന്താണ് പറയുന്നത് വൈ ഹാറ്റ് ആൻഡ് വൈ. നമുക്ക് ഇങ്ങനെയാണ് ഈ റിഗ്രഷൻ ടേബിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഇത് ഗുജറാത്തിയിൽ ഈ 3.2 ടേബിൾ നോക്കാം. ഇതാണ് നമ്മളുടെ റിഗ്രഷൻ ലൈൻ. ഇതാണ് നിങ്ങളുടെ ഇന്റർസെപ്ഷൻ കോഫിഷ്യന്റ്, ഇതാണ് നിങ്ങളുടെ സ്ലോപ്പ്, ഇതാണ് വൈ, ഇതൊരു എക്സിനനുസരിച്ചുള്ള വൈ ബാർ, എക്സ് ബാറിന് അടുപ്പിച്ചുള്ള ഒരു വൈ ബാർ. ഇതാണ് നമ്മളുടെ റിഗ്രഷൻ ഇക്വേഷൻ, SR സാമ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ. ഓക്കെ, ഒരു കാര്യം നമ്മളോട് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇന്റർസെപ്റ്റ് ടേം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ളതാണ്. അത് നമുക്കൊരു മെക്കാനിക്കൽ എക്സ്പ്ലനേഷൻ കൊണ്ട് എല്ലായ്പ്പോഴും അത് ശരിയാവണമെന്നില്ല. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഫാമിലി വിത്തൗട്ട് എനി ഇൻകം മൈറ്റ് മെയിൻറ്റെയിൻ സം മിനിമം ലെവൽ ഓഫ് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ. ചിലപ്പോൾ ബോറോയിങ് കൊണ്ടാകും, ചിലപ്പോൾ അവർ ഇൻവെസ്റ്റ്മെന്റ് ഡിസേവ് ചെയ്തുകൊണ്ടാകാം. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഇത് ഇങ്ങനെ പറയാം. പക്ഷെ എല്ലാം നോർമലി നമ്മൾ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ടാണ് ഇന്റർസെപ്റ്റ് ടൈം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇന്റർസെപ്റ്റ് ടൈം പറയാന്ന് വെച്ചാൽ മീൻ ഓർ ആവറേജ് എഫക്ട് on y of all the variables omitted from the regression variable. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. റിഗ്രഷൻ മോഡലിൽ നമ്മൾ ഒമിറ്റ് ചെയ്ത എല്ലാ വേരിയബിൾസിന്റെയും ആവറേജ് എഫക്ട് ഓൺ y ആണ് നമ്മുടെ ഇന്റർസെപ്റ്റ് കോഫിഷ്യന്റ് എന്നും പറയാം. ആർ സ്ക്വയർ എന്താണ് നമ്മൾ കണ്ടു. ഈ വാല്യൂ ആർ സ്ക്വയർ 0.96 ആയതുകൊണ്ട് നമ്മുടെ സാമ്പിൾ റിഗ്രഷൻ ഡാറ്റയിൽ വളരെ നന്നായിട്ട് വെൽ ഫിറ്റഡ് ആണെന്ന് പറയാം. പിന്നെ നമ്മുടെ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് വെച്ചാൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഇൻകം വളരെ ഹൈലി പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ്. സ്റ്റാൻഡേർഡ് എറേഴ്സ് എന്താണെന്ന് നമുക്ക് ചാപ്റ്റർ 5 നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇന്ന് ഈ ഒരു പോയിന്റിൽ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഗുജറാത്തിയിലേക്ക് ടെക്സ്റ്റിൽ ഈ കറസ്പോണ്ടിങ് പോർഷൻസ് വായിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. പിന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. So we are winding up at this point. Thank you.